Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് പാൻകേക്ക് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാണ്ടേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഈ ഒരു ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് ഈ ബാറ്റർ ഉപയോഗിച്ചിട്ട് ചോക്ലേറ്റ് പാൻകേക്ക് തയ്യാറാക്കാം. ഞാനിവിടെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ബട്ടർ ആക്കി കൊടുത്ത ശേഷം നമുക്ക് ദാണ്ട് ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാൻകേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ദാണ്ട് 1 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ഇതുപോലെ ബബിൾസ് വരും. ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി വീണ്ടും 1 മിനിറ്റ് കൂടെ ഒക്കെ ആകുമ്പോഴത്തേന് ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ വേണം ഈ ഒരു പാൻകേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാൻകേക്ക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ 3 പാൻകേക്ക്സ് വരെ ഈ ഒരു പാനിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ദാണ്ട് ഇതൊന്ന് മുറിച്ചെടുക്കുമ്പോൾ നോക്കാം എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ദാണ്ട് ഞാനിവിടെ എല്ലാ പാൻകേക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. നമുക്ക് ന്യൂട്ടല്ലയോ ചോക്ലേറ്റ് സിറപ്പോ എന്ത് വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഇഷ്ടം തോന്നാനായിട്ട് കുറച്ച് സ്ട്രോബെറീസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ അവർക്ക് കാണുമ്പോഴും കുറച്ചുകൂടെ ഒരു രസം തോന്നും. ഞാൻ എൻ്റെ മോള് പറഞ്ഞിട്ടാട്ടോ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നത്. ആദ്യം ഞാൻ അവൾക്ക് നോർമൽ പാൻകേക്സ് ആയിരുന്നു ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എനിക്ക് ചോക്ലേറ്റ് അല്ലേ ഒത്തിരി ഇഷ്ടം, ചോക്ലേറ്റ് പാൻകേക്ക് ഉണ്ടാക്കി തരുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നത്. അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം സ്കൂളിലൊക്കെ കൊണ്ടുപോയപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഇവിടെ ഞങ്ങൾക്കും ഒത്തിരി ഇഷ്ടമാട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് മടി വരുന്ന ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ മാത്രം കേട്ടോ. എനിക്ക് മടി വരുമ്പോൾ ഞാൻ ഇതുപോലെ പാൻകേക്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ എന്നും നമ്മൾ ഇതുപോലുള്ള റെസിപ്പീസ് ഒന്നും കഴിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് മാത്രം ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.